സുരേഷ് കുറുപ്പിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പ് FBയിൽ കുറിച്ച കാര്യം ഞാൻ വാർത്തയായി അവതരിപ്പിച്ചിരുന്നു. സുരേഷ് കുറുപ്പിനെ CPM കറിവേപ്പില പോലെ എടുത്ത് കളയുന്നു. സുരേഷ് കുറുപ്പ് എങ്ങനെയാണ് വന്നത്? ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ദിരാ തരംഗം രാജ്യത്ത് അലയടിച്ച സമയത്ത് കേരളത്തിലെ എല്ലാ സീറ്റുകളിലും 20 സീറ്റുകളിലും 19ലും UDF വിജയിച്ച് കയറിയപ്പോൾ ഒരു സീറ്റിൽ മാത്രം കോട്ടയത്ത്, കോൺഗ്രസ്സുകാരുടെ കോട്ടയായ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് എന്ന SFIയുടെ പ്രൗഢിയുള്ള നേതാവ് വിജയിച്ച് കയറി. പിന്നെ തുടർച്ചയായി 4 തവണ അവിടെ നിന്ന് MP ആവുകയും ചെയ്തു. 3 തവണ ഏറ്റുമാനൂർ നിയമസഭയിൽ നിന്നും തുടർച്ചയായി MLA ആയി. അങ്ങനെ മികച്ച ജനപിന്തുണയുള്ള നേതാവ്. അദ്ദേഹത്തെ സുഖിമാൻ എന്ന് വിശേഷിപ്പിച്ച് അടച്ചാക്ഷേപിച്ച് പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറയുന്നു. സുരേഷ് കുറുപ്പ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം കൊടുത്തു. മലയാള മനോരമയ്ക്കാണ് കൊടുത്തത്. മലയാള മനോരമ CPMൻ്റെ ഇഷ്ടപത്രമായതുകൊണ്ട് അവിടെ തന്നെയാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തത്. ഇതുപോലെ പണ്ട് P. ഗോവിന്ദപിള്ള മലയാള മനോരമയുടെ ഭാഷാപോഷണിയിൽ ഒരു അഭിമുഖം കൊടുത്തതിന് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു. ഇപ്പോൾ സുരേഷ് കുറുപ്പ് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും കുറവ് കാണും. എന്തിനാണ് ആ കുറവ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മേൽ ഘടകങ്ങളിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹത്തെക്കാൾ ജൂനിയറായുള്ള ആളുകൾ, പ്രത്യേകിച്ച് P. ശ്രീരാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, AN വാസവനെ പോലെയുള്ള ആളുകളൊക്കെ മന്ത്രിമാരാകുന്നു, സ്പീക്കറാകുന്നു, സംസ്ഥാന സമിതിയിൽ വരുന്നു, വലിയ വലിയ പദവികളിലെത്തുന്നു. സുരേഷ് കുറുപ്പ് ജനപിന്തുണയിൽ, ജനങ്ങളുടെ ജനവിശ്വാസത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന CPM നേതാവിന് തഴയപ്പെടുന്നു. ജില്ലാ കമ്മിറ്റിയിലായി. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് യാതൊരു സ്ഥാനമാനങ്ങളുമില്ല. പാർട്ടിയിൽ അവമതിപ്പും പിൻകാലുകൊണ്ട് തള്ളലും മാത്രമേ സുരേഷ് കുറുപ്പിന് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് പത്രപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, എനിക്കെന്തെങ്കിലും കുറവ് കാണും. പിന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം, മന്ത്രി സ്പീക്കർ പദവികളൊന്നും താൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനൊക്കെ ഒരുപാട് പരിഗണനകളുണ്ട് പാർട്ടിയിൽ. അങ്ങനെ ഒരുപാട് പരിഗണനകൾ വച്ചിട്ടാണ് മന്ത്രിമാരെയും സ്പീക്കറിനെയൊക്കെ നിശ്ചയിക്കുന്നത്. ആ പരിഗണനയിലൊന്നും ഞാൻ ഭാഗമാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാകാം എനിക്ക് ആ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാതെ പോയത്. പക്ഷേ ഒരു അന്തസ്സുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, ഇത്രയും ജനപിന്തുണയുള്ള സാമാജികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് എന്തുകൊണ്ടാണ് മേൽഘടകങ്ങളിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടാത്തത്? എന്നെക്കാൾ ജൂനിയറായ പലരും സംസ്ഥാന സമിതിയിലൊക്കെ എത്തിയല്ലോ എന്ന ചിന്ത എന്നെ അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിന് അപേക്ഷ കൊടുത്തത്, എന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുക. മേൽക്കമ്മിറ്റിയിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്തവൻ ഈ ജില്ലാ കമ്മിറ്റിയിലും ഇരിക്കേണ്ടതില്ല. അന്തസ്സുള്ള CPM പ്രവർത്തകനായി, സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കും. രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് പിണറായി വിരുദ്ധതയാണോ നിങ്ങളെ ഈ തിരിച്ചടിക്കൊക്കെ കാരണം? തീർച്ചയായും മാധ്യമപ്രവർത്തകൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ രസകരമാണ്. പിണറായി വിജയനുമായി ഊഷ്മളമായ ബന്ധമാണുള്ളത്. പക്ഷേ VS അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളോട് യോജിപ്പായിരുന്നു. എന്നാൽ വിഭാഗീയമായി നിന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ VS വിഭാഗത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നുമില്ല. VSൻ്റെ നിലപാടുകളോട് യോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായില്ലേ സുരേഷ് കുറുപ്പിനെ എന്തുകൊണ്ടാണ് വെട്ടിനിരത്താൻ കാരണമെന്ന്, ചവിട്ടിത്തള്ളാൻ കാരണമെന്ന്, ചവിട്ടി താഴ്ത്താൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമായി കാണും. വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിനുള്ള VSൻ്റെ നിലപാടുകളോടുള്ള യോജിപ്പാണ് അദ്ദേഹത്തെ പാർട്ടി ചവിട്ടി ഒതുക്കുന്നതിന് കാരണമായത്. പിണറായി ഭക്തനല്ലാത്ത, പിണറായിയുമായി ഊഷ്മള ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ പോലും പിണറായി ഭക്തനല്ലാത്ത സുരേഷ് കുറുപ്പ് സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോയതാണെങ്കിലും അദ്ദേഹത്തെ താമസിയാതെ തന്നെ പാർട്ടി അവഗണിച്ച് അവമതിപ്പോടുകൂടി അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമായിരുന്നു അല്ലെങ്കിൽ എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു അഭിമുഖമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്.